സുവർണകഥകളിൽ ഇന്ന് സുനിൽ ചെറിയകുടി എഴുതിയ ഹോം സ്റ്റേ എന്ന കഥ. പ്രധാന റോഡിൽ നിന്നും ഏകദേശം 50 മീറ്റർ വലതുവശത്തായി വലിയൊരു വീടും അതിനോട് ചേർന്ന് വലിയൊരു ഷെഡും. അതായിരുന്നു മാർത്തയുടെ ഹോം സ്റ്റേ. ഇടതുവശത്തുള്ള മറ്റൊരു വീടിൻ്റെ വിശാലമായ മുറ്റത്തു നിന്നിരുന്ന വലിയ മാവിൽ നിന്ന് പഴുത്ത മാങ്ങകൾ പൊതുനിരത്തിൽ വീണ് പൊട്ടിച്ചിതറിക്കിടന്നിരുന്നു. വെട്ടിയൊതുക്കിയ വില്ലി നെല്ലി ചെടികൾ കോൺക്രീറ്റ് ഡ്രൈവ് വേയുടെ ഇരുവശങ്ങളിലും ഭംഗിയോടെ നിരന്നു നിന്നു. മുറ്റത്തെത്തി വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ മുൻവശത്തെ വലിയ കൊരിന്ത്യൻ വാതിൽ തുറന്നുകൊണ്ട് ഞങ്ങളെ പ്രതീക്ഷിച്ചു എന്ന മട്ടിൽ നിന്നിരുന്ന മാർത്ത പ്രത്യക്ഷപ്പെട്ടു. മുഖത്തെ പുഞ്ചിരിയിൽ ആശങ്കയുടെ ലാഞ്ചനയുണ്ട്. ഡബിൾ ബുക്കിങ്ങും മേൽവിലാസവും ഏറ്റവും അവസാനം ഫോൺ വിളിയും ഉണ്ടാക്കിയ പൊല്ലാപ്പുകളുടെ പ്രതികരണം മുറ്റത്തു നിൽക്കുന്നവരുടെ മുഖങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാനുള്ള ഗൂഢശ്രമം വ്യക്തമാണ്. എൻ്റെ ഉള്ളിലെ നീരസം കുറച്ചൊക്കെ മുഖത്ത് പ്രകടമായിരുന്നു. പുഞ്ചിരിക്കാനുള്ള ഒരു ശ്രമം മാർത്തയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. എൻ്റെ മഠയത്തരം, പിന്നെ കമ്പ്യൂട്ടറിലുള്ള പരിജ്ഞാനക്കുറവും. ആ അഡ്രസ് എനിക്കറിയില്ല അതെങ്ങനെ മിസ്സായെന്ന്. പിന്നെ നിങ്ങൾ ഇന്ന് വിളിച്ചപ്പോൾ ഞാൻ താഴെ ഫാമിലായിരുന്നു. ഫോൺ എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ടാണ് പ്രതികരിക്കാനും പറ്റാതെ പോയത്. മാർത്ത കുറ്റങ്ങൾ സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. അത് സാരമില്ല, അവസാനം ഞങ്ങൾ ഇവിടെ തന്നെ എത്തിച്ചേർന്നല്ലോ. മാർത്തയുടെ പരുങ്ങലിൽ സഹതാപം തോന്നിയ ഡോളി പ്രസന്നതയോടെ പറഞ്ഞു. ഞങ്ങളുടെ ഭാഗത്തുനിന്നും ശ്രദ്ധക്കുറവുണ്ടായല്ലോ. ഡോളിയുടെ സാന്ദർഭികമായ ഇടപെടൽ ഞങ്ങളുടെ ഇടയിൽ നുഴഞ്ഞുകയറിയ പിരിമുറുക്കത്തെ ലഘൂകരിക്കാൻ സഹായിച്ചു. അവരുടെ മുഖഭാവം കണ്ടപ്പോൾ എന്തെങ്കിലും സൗഹൃദപരമായി പറയണമെന്ന് തോന്നിയെങ്കിലും ഞാൻ ഒന്നും പറഞ്ഞില്ല. മാർത്ത ഒത്ത നീളവും ശരീരവുമുള്ള 50കൾ പിന്നിട്ട ഒരു സ്ത്രീയായിരുന്നു. നര കയറി തുടങ്ങിയ അവരുടെ മുടി ഉച്ചിയിൽ ബണ്ണിന്റെ ആകൃതിയിൽ ഉരുട്ടി കെട്ടിവച്ചിരുന്നു. ശൂന്യമായ കഴുത്തും കാതുകളും അവരൊരു ബോൺ അഗെയിൻ ക്രിസ്ത്യൻ അല്ലേ എന്ന സംശയം എന്നിൽ ജനിപ്പിക്കാതിരുന്നില്ല. മുട്ടിന് താഴെ വരെ എത്തുന്ന അയഞ്ഞ കുർത്ത പോലുള്ള വേഷം സൺഷൈൻ കോസ്റ്റിലെ അപ്പോഴത്തെ വേനൽ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിരുന്നുവെങ്കിലും ചെഞ്ചായം പുരട്ടിയ നിറമുള്ള വട്ടമുഖത്തെ വടിവൊത്ത നാസികയിൽ വിയർപ്പുകണങ്ങൾ ഞവണിക്ക മുട്ടകളെപ്പോലെ കൂട്ടം കൂടി പറ്റിപ്പിടിച്ചിരുന്നു. ചരടുകെട്ടിയ കണ്ണട നെറ്റിയിലേക്ക് ഉയർത്തിവച്ച് അവർ വിയർപ്പ് തുടച്ചകറ്റുമ്പോൾ ഞാൻ പരിസരമാകെ വീക്ഷിക്കുകയായിരുന്നു. ഹോം സ്റ്റേ ബുക്ക് ചെയ്തിരുന്നത് 8-ാം തീയതിയിലേക്കായിരുന്നു. 3 ദിവസം അവിടെ താമസിക്കാൻ വന്ന മറ്റൊരു കുടുംബം ഒഴിവാകുന്നത് 9-ാം തീയതി രാവിലെയും. എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തു കഴിഞ്ഞിരുന്നു. പിന്നീട് മാർത്ത വിളിച്ച് ഡബിൾ ബുക്കിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ കടുത്ത നീരസം തോന്നി. അവസാന നിമിഷം മറ്റൊരു സ്ഥലം കണ്ടെത്തുക എളുപ്പമായിരുന്നില്ല. നിവൃത്തിയില്ലാതെ യാത്ര ഒരു ദിവസം കൂടി മുന്നോട്ടു നീട്ടിവെക്കേണ്ടി വന്നു. പ്രതിസന്ധി നേരിട്ടത് അപ്പോഴല്ല. റീബുക്ക് ചെയ്ത ദിവസം ഉച്ചതിരിഞ്ഞാണ് ചെക്ക് ഇൻ ചെയ്യേണ്ടിയിരുന്നത്. പകൽ യാത്രകളുടെ ഒടുവിൽ ഇമെയിലിൽ ഹോം സ്റ്റേയുടെ വിലാസം തപ്പിയപ്പോൾ എവിടെയും കാണുന്നില്ല. ഓൺലൈൻ ബുക്കിംഗ് ചെയ്തത് ഡോളിയായിരുന്നു. തിരക്കുകൾക്കിടയിൽ ബുക്കിംഗ് ഉറപ്പായോ എന്ന് മാത്രമേ അവൾ നോക്കിയുള്ളൂ. സ്വാഭാവികമായി മെയിലിൽ അഡ്രസ് എവിടെയെങ്കിലും കാണേണ്ടതാണ്. പക്ഷേ ഒരിടത്തുമില്ല. ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. സ്ഥലം എവിടെയാണെന്ന് ഏകദേശ രൂപമുണ്ടെന്നല്ലാതെ കൃത്യമായി അറിയില്ല. കുറ്റം അവരുടേത് മാത്രമായിരുന്നില്ല. മേൽവിലാസം നേരത്തെ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതായിരുന്നു. തൽക്കാലം ഒറ്റ വഴിയേ മുന്നിലുള്ളൂ. അടുത്തുള്ള ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കയറി ഡിന്നർ നേരത്തെ കഴിക്കുക. അതിഥികളെ കാണാതാകുമ്പോൾ മാർത്ത തിരിച്ചു വിളിക്കാൻ കാത്തിരിക്കുക. കണക്കുകൂട്ടലുകൾ തെറ്റാതിരുന്നത് ഭാഗ്യമായി. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നത്. ഏറ്റവും രസകരമായ കാര്യം, ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറിയ സ്ഥലം മാർത്തയുടെ ഹോം സ്റ്റേയിൽ നിന്ന് 1/2 കിലോമീറ്റർ മാത്രം അകലെയായിരുന്നു എന്നതാണ്. വലിയ ഒരു വീടിന്റെ ഭാഗമായിരുന്നു ഹോം സ്റ്റേക്ക് വേണ്ടി നീക്കിവച്ചിരുന്നത്. ഒരു സെമി ഡിറ്റാച്ച്ഡ് ഹൗസ് എന്ന് വേണമെങ്കിൽ പറയാം. വീടിന്റെ പകുതി ഭാഗത്തായിരുന്നു മാർത്തയും കുടുംബവും താമസിച്ചിരുന്നത്. പഴയകാലത്തെ ഫാം യന്ത്രങ്ങൾ യാർഡിൽ അവിടവിടെ അലങ്കാര വസ്തുക്കളായി സൂക്ഷിച്ചിട്ടുണ്ട്. അവ സന്ദർശകരിൽ പോയകാല സ്മരണകളെ ഉണർത്തിവിട്ടു. നീണ്ട ഡ്രൈവ് വേയുടെ ഇരുവശങ്ങളിലുമായി നട്ടുപിടിപ്പിച്ചിരുന്ന വില്ലി നെല്ലി പൂക്കളുടെ സുഗന്ധത്തിനൊപ്പം മാമ്പഴങ്ങളുടെ ഇളം വാസനയും കാറ്റിൽ അലസമായി അലഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു.
ഞങ്ങൾക്ക് താമസിക്കാനുള്ള ഭാഗത്തേക്കുള്ള പ്രവേശനം ഗാരേജിനുള്ളിലൂടെ ആയിരുന്നതിനാൽ ഷട്ടർ ഉയർത്തുവാനുള്ള റിമോട്ട് കൺട്രോൾ മാർത്ത കൈമാറി. അകത്തു കയറിയപ്പോഴാണ് കണ്ടത്, പുറത്തു നിന്നപ്പോൾ കരുതിയതിനേക്കാൾ വിശാലവും ഭംഗിയുമുള്ള ഒരിടമായിരുന്നു അതെന്ന്. പിന്നിലെ ഫാമിലി ഏരിയയിൽ നിന്നും ഇറങ്ങിച്ചെല്ലുന്നത് വിസ്താരമേറിയ ഒരു ഡെക്കിലേക്കായിരുന്നു. അവിടെ നിന്നുള്ള കാഴ്ച മനോഹരമായിരുന്നു. സമനിരപ്പിൽ പരന്നുകിടക്കുന്ന പച്ചച്ച പാഡക്കുകൾ. മാർത്ത കൂടെ നിന്ന് ലഘുവിവരണം നൽകുന്നുണ്ടായിരുന്നു. ദാ മരക്കാലുകളിൽ കമ്പി കെട്ടിത്തിരിച്ച ഭൂമിയില്ലേ, അതാണ് ഞങ്ങളുടെ ചെറിയ ആനിമൽ ഫാം. ദൂരെ പാഡക്കുകളുടെ അതിർത്തിയോട് ചേർന്ന് കാണുന്ന വനത്തിന്റെ അതിരിലൂടെയാണ് മൂലാല നദി ഒഴുകുന്നത്. വേനലിൽ വെള്ളം തീരെ കുറവാണ്. പക്ഷേ മഴക്കാലങ്ങളിൽ കരകവിഞ്ഞ പാഡക്കുകളിലേക്ക് വെള്ളം കയറും. ഫാമിന്റെ അതിരുവരെ കഴിഞ്ഞ മഴക്കാലത്ത് വെള്ളം എത്തിയിരുന്നു. മാർത്തയുടെ വീടിന്റെ ഇരിപ്പിടം ചെറിയൊരു കുന്നിൻ മുകളിലായിരുന്നു. അതുകൊണ്ട് അവിടേക്ക് വെള്ളം കയറാനുള്ള സാധ്യത തീരെ കുറവാണെന്ന് ഞാൻ മനസ്സിൽ കണക്കുകൂട്ടി. വേനൽ ചൂടിൽ വിയർപ്പ് വീശി കിതപ്പോടെ ഒഴുകുന്ന മൂലാല നദിയെ മാർത്തയുടെ വിവരണത്തിലൂടെ ഞാൻ മനസ്സിൽ കണ്ടു. ആ പേരിനോട് എനിക്കൊരിഷ്ടം തോന്നി. പറ്റിയാൽ നദി പോയി കാണണമെന്ന് കരുതുകയും ചെയ്തു. എൻ്റെ ഉള്ളിലെ നീരസമെല്ലാം അപ്പോഴേക്കും തീർത്തും പോയിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ മാർത്ത സ്വന്തം യൂണിറ്റിലേക്ക് പോയി ഒരു ബൗളിൽ കുറച്ച് മുട്ടകളുമായി മടങ്ങിയെത്തി. അവരുടെ ഫാമിലെ കോഴികൾ ഇട്ടതായിരുന്നു മുട്ടകൾ. എല്ലാം ചെറിയ മുട്ടകൾ. പക്ഷേ അവയിലൊന്നിന് നീല നിറമായിരുന്നു. അതിന് സ്വർഗീയ രുചിയുണ്ടെന്ന് മാർത്ത പറഞ്ഞപ്പോൾ ഞാൻ ആ നീല മുട്ടയിലേക്ക് കൗതുകത്തോടെ നോക്കി. അത്തരമൊന്ന് ഞാൻ ആദ്യമായി കാണുകയായിരുന്നു. മാർത്തയുടെ സംസാരത്തിലും ഭാവങ്ങളിലും നിഴലിക്കുന്ന ശാന്തതയും സൗമ്യതയും എന്നെ അത്ഭുതപ്പെടുത്തി. അല്പം കൂടി കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഫാമിലെ ചെറുമൃഗങ്ങൾക്കും പക്ഷികൾക്കും തീറ്റ കൊടുക്കുമ്പോൾ അവരുടെ കൂടെ കൂടാമെന്ന് പറഞ്ഞ് ശുഭരാത്രി നേർന്ന് മാർത്ത പോയി. അതിരാവിലെ ഡെക്കിൽ നിന്നുകൊണ്ട് ഞാൻ ചുറ്റും നോക്കി. പാഡക്കുകൾ പുകമഞ്ഞു പുതച്ച് ഉറക്കം വിടാതെ കിടക്കുകയായിരുന്നു. മറ്റാരും ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. ഫാമിൽ വളർത്തുജീവികളും പക്ഷികളും പ്രഭാത തിരക്കിൽ കലപിലകൾ കൂട്ടുന്നുണ്ടായിരുന്നു. താറാവുകളുടെയും വാത്തകളുടെയും പറപറ ശബ്ദം അന്തരീക്ഷത്തെ മുഖരിതമാക്കി. ബഡ്ജികളുടെയും കാനറികളുടെയും നിർത്താതെയുള്ള പാട്ടിന് കാട്ടുപക്ഷികൾ വായ്ത്താരി പാടി. ദൂരെ പുൽക്കൂട്ടങ്ങൾക്കു നടുവിൽ ഇരുണ്ട പച്ചനിറമുള്ള മരത്തോട് ചേർന്നു നിൽക്കുന്ന തകരപ്പാളികൾ കൊണ്ടുണ്ടാക്കിയ ഷെഡ് മഞ്ഞിന്റെ മറനീക്കി ഇടയ്ക്കിടെ എന്നെ ഒളിഞ്ഞു നോക്കി. പ്രഭാതത്തിലെ കാഴ്ചകൾക്ക് പുതുമയും നാടകീയതയും ഏറെയുണ്ടെന്ന് എനിക്ക് തോന്നി. ഉറക്കമുണരുന്ന ജീവജാലങ്ങൾ, ആലസ്യം വിട്ടുണരുന്ന ഭൂമിയും അന്തരീക്ഷവും, നിറമുള്ള വസ്ത്രങ്ങൾ മാറി മാറി ചുറ്റിനോക്കി ഏതണിയണമെന്ന് സന്ദേഹിക്കുന്ന ആകാശം. ഞാൻ ചുറ്റും നോക്കി. അർദ്ധവൃത്താകൃതിയിൽ വിശാലമായി കിടക്കുന്ന പാഡക്കുകൾ അവസാനിക്കുന്നിടത്ത് ഇരുണ്ട മരക്കൂട്ടങ്ങൾ തല ഉയർത്തി നിൽക്കുന്നുണ്ട്. ഡെക്കിലിട്ടിരുന്ന സ്ഫടിക വട്ടമേശയുടെ പുറത്തുരുണ്ടുകൂടിയ മഞ്ഞുതുള്ളികളിൽ ചിലതിനെ ഞാൻ വിരൽത്തുമ്പുകൊണ്ട് ഞൊട്ടിത്തെറിപ്പിച്ച് രസിച്ചുകൊണ്ടിരുന്നു. മനോഹരമെങ്കിലും ആ പ്രഭാത അന്തരീക്ഷത്തിൽ ഒരു നിഗൂഢത പതുങ്ങി നിൽക്കുന്നുവെന്ന് എനിക്ക് തോന്നലുണ്ടായി. ചില കാഴ്ചകൾ ചിലപ്പോഴൊക്കെ ഇത്തരമൊരു വിചിത്ര വികാരത്തെ എന്നിൽ ഉണർത്താറുണ്ട്. അത് കൺമുൻപിൽ കാണിച്ചു തരുന്ന ചിത്രങ്ങൾക്കുപരിയായി മറ്റെന്തൊക്കെയോ മുദ്രകൾ എൻ്റെ മനസ്സിൽ അവശേഷിപ്പിക്കും. പിന്നീട് വീണ്ടും ഇടയ്ക്കിടെ ചിന്തകളിൽ പ്രത്യക്ഷപ്പെടുകയും അമൂർത്തങ്ങളായ ആശയങ്ങൾ പോലെ പിടിതരാതെ വഴുതി അകന്നു പോവുകയും ചെയ്യും. കാലങ്ങളോളം അത്തരം കാഴ്ചകൾ എൻ്റെ മനസ്സിൽ നിന്ന് മായുകയില്ല. മാർത്തയെക്കുറിച്ചുള്ള ചിന്ത പെട്ടെന്ന് മനസ്സിൽ കടന്നുവന്നു. ആ സ്ത്രീയിൽ അസാധാരണമായ അലൗകികമായ എന്തോ ഒരു പ്രത്യേകത കളിയാടുന്നില്ലേ എന്ന് ഞാൻ സംശയിച്ചു. എൻ്റെ ചിന്തകൾ ചിലപ്പോഴൊക്കെ വിചിത്രമാണെന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. അതിനെ ശരിവയ്ക്കുന്ന വിധം പുൽപ്പാടങ്ങൾ താണ്ടി വന്ന കാറ്റ് ഉറക്കെ ചിരിച്ച് സീൽക്കാരമുതിർത്ത് കടന്നുപോയി. ദൂരെ നിപുണയായ നർത്തകിയെപ്പോലെ താളത്തിൽ കറങ്ങി പച്ചക്കറി പാടങ്ങളെ നനയ്ക്കുന്ന സ്പ്രിംഗ്ലറുകളെ നോക്കി ഞാൻ വെറുതെ ചിന്തയിൽ മുഴുകി നിന്നു. തൊട്ടടുത്ത യൂണിറ്റിന്റെ ഡെക്കിൽ നിന്ന് താഴേക്കുള്ള പടികളിറങ്ങി വരുന്ന മാർത്തയുടെ പ്രഭാത വന്ദനവും തുടർ ചോദ്യവും എന്നെ പെട്ടെന്ന് ചിന്തകളിൽ നിന്നുണർത്തി. കുട്ടികൾ ഉണർന്നില്ലല്ലേ? തൊട്ടുമുമ്പിൽ മാർത്തയെ കണ്ടപ്പോൾ ഞാൻ അത്ഭുതത്തോടെ അവരെ നോക്കി. ഇല്ല, എല്ലാവരും നല്ല ഉറക്കമാണ്. നന്നായി പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, നല്ല ക്ഷീണം കാണും.
അതെ, ഞാൻ പ്രതിവചിച്ചു. ഇന്നലെ പകൽ മുഴുവനും പലയിടങ്ങളിലായി അലച്ചിലായിരുന്നല്ലോ. മാർത്ത ഫാമിലേക്ക് പോവുകയായിരുന്നു മൃഗങ്ങൾക്കും പക്ഷികൾക്കും തീറ്റ കൊടുക്കാൻ. മുഖത്തു തട്ടിക്കളിക്കുന്ന ഇളം രശ്മികളുടെ കുസൃതിയെ കൈപ്പത്തി കൊണ്ട് തട്ടിമാറ്റി ഞാനും മാർത്തയോടൊപ്പം അവരുടെ സമ്മതത്തോടെ ഫാമിലേക്ക് നടന്നു. ഫാമിൽ നിന്ന് അല്പം മാറി പഴയ ഒരു റെയിൽവേ കോച്ച് കിടന്നിരുന്നു. ഡെക്കിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വിധമായിരുന്നു അതിൻ്റെ സ്ഥാനം. അതിഥികളെ സന്തോഷിപ്പിക്കുവാനുള്ള ഒരു പുരാവസ്തു എന്നതിൽ കവിഞ്ഞ് മറ്റെന്തെങ്കിലും പ്രത്യേകത അതിനുണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. ഫാമിലേക്കു നടക്കുമ്പോൾ കോച്ചിന്റെ അടുക്കൽ നിന്നൊരു മധ്യവയസ്കൻ തട്ടുമുട്ട് പണികൾ ചെയ്യുന്നുണ്ടായിരുന്നു. അയാൾ മാർത്തയുടെ ഭർത്താവ് എഡ്മണ്ട് ആയിരുന്നു. എഡ്മണ്ട് മെലിഞ്ഞ് ചുമലുകൾ അല്പം കൂനിയ ഒരു മനുഷ്യനായിരുന്നു. മെലിഞ്ഞതെങ്കിലും ആരോഗ്യദൃഢമായ ശരീരമായിരുന്നു അയാളുടേത്. കൂട്ടുപുരികങ്ങൾക്ക് താഴെ തീക്ഷ്ണതയുടെ അദൃശ്യകിരണങ്ങൾ പ്രസരിപ്പിക്കുന്ന കണ്ണുകൾ എടുത്തുപറയേണ്ട പ്രത്യേകതയുള്ളവയായിരുന്നു. വരയൻ ടീഷർട്ട്, ജീൻസിനുള്ളിൽ ടക്ക് ചെയ്തിരുന്ന അയാൾ ഒരു വട്ടത്തൊപ്പി തലയിൽ അണിഞ്ഞിരുന്നു. മാർത്ത എഡ്മണ്ടിനെ പരിചയപ്പെടുത്തിയപ്പോൾ അയാൾ ഒരു ഹലോ പറഞ്ഞു. ഞാൻ തിരിച്ചു. കൈകുലുക്കാൻ അയാൾ തുനിയാത്തതുകൊണ്ട് ഞാനും അതിന് മുതിർന്നില്ല. എങ്കിലും ഒരു പുഞ്ചിരി ഞങ്ങൾ പരസ്പരം കൈമാറാൻ മറന്നില്ല. ഇരുമ്പയിര് കുഴിച്ചെടുക്കുന്ന ഖനിയിലായിരുന്നു എഡ്മണ്ടിന് ജോലി. അയാൾ അവിടെ മെയിൻ്റനൻസ് മാനേജറായിരുന്നു. 2 ആഴ്ചയിലൊരിക്കൽ വീട്ടിൽ വരും. വന്നാൽ പിന്നെ ലേലത്തിൽ വാങ്ങിയ ഈ റെയിൽവേ കോച്ചിലാണ് മുഴുവൻ സമയവും. അതൊരു കോട്ടേജാക്കി മാറ്റാനുള്ള ശ്രമത്തിലായിരുന്നു എഡ്മണ്ട്. അതിൻ്റെ ഉൾവശം ഇതിനകം തന്നെ ആധുനിക സൗകര്യമുള്ള താമസസ്ഥലമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു അയാൾ. അവസാനത്തെ ചെറിയ മിനുക്കുപണികൾ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. എഡ്മണ്ട് രാവിലെ തന്നെ പണി ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. വീടിന്റെ മുൻവശത്തുനിന്ന് കോച്ചിനടുത്തേക്കുള്ള വഴിയുടെ തുടക്കത്തിൽ റെയിൽവേ ക്രോസിംഗ് എന്നെഴുതി ഗുണനാകൃതിയിലുള്ള ചിഹ്നത്തോടു കൂടിയ ഒരു ചെറിയ ഗേറ്റും കൽച്ചീളുകൾക്കിടയിലൂടെ പുതുതായി നിർമ്മിച്ച കോൺക്രീറ്റ് സ്ലാബുകൾ നിരത്തിയ റെയിൽപാത പോലുള്ള വഴിയിലൂടെ കോട്ടേജിലേക്ക് എത്തിച്ചേരാൻ പാകത്തിന് മനോഹരമായ ഒരു വഴിയും എഡ്മണ്ട് ഒരുക്കിയിരുന്നു. വഴിയുടെ വശത്തായി 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇംഗ്ലണ്ടിൽ ഉപയോഗിച്ചിരുന്ന ഒരു ടെലിഫോൺ ബൂത്ത് തനിമയോടെ തല ഉയർത്തി സന്ദർശകരെ അടുത്തേക്ക് മാടി വിളിച്ചുകൊണ്ടിരുന്നു. ഗൃഹാതുരത്വത്തിന്റെ പാശം എഡ്മണ്ടിനെ ചുറ്റി വരഞ്ഞിരിക്കുന്നു എന്ന് മാർത്ത പറഞ്ഞപ്പോൾ അതിൽ അതിശയോക്തി ഒട്ടും തന്നെ ഇല്ലെന്ന് ഞാൻ സമ്മതിച്ചു. മുൻവശത്തു കണ്ട പുരാതന ഫാം ഉപകരണങ്ങളെക്കുറിച്ച് ഞാൻ സാന്ദർഭികമായി ഓർത്തു. ഇണങ്ങിച്ചേർന്നതിനെ പൂർണ്ണമായി പറിച്ചെറിയാൻ അത്ര എളുപ്പമല്ല. അവർ രണ്ടുപേരും ഇംഗ്ലണ്ടിലെ ഡെവൻഷെയറിൽ നിന്നും വർഷങ്ങൾക്കു മുൻപ് സിഡ്നിയിലേക്ക് കുടിയേറിപ്പാർത്തവരായിരുന്നു. എഡ്മണ്ടിന്റെ പണിയെ തടസ്സപ്പെടുത്തിയതിൽ ഞാൻ ഔപചാരികമായ ഒരു ക്ഷമാപണം നടത്തി. അതിൻ്റെ ആത്മാർത്ഥതയില്ലായ്മയെക്കുറിച്ചോർത്തപ്പോൾ മനുഷ്യൻ എത്ര കപടധാരിയാണെന്ന ചിന്ത അപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ തോന്നുകയും ചെയ്തു. കോച്ചിന്റെ ഉൾവശം എന്നെ കാണിച്ചു തരാൻ എഡ്മണ്ട് തയ്യാറായി. വീണ്ടും ഫാമിലേക്ക് നടപ്പ് തുടരുമ്പോൾ സൗമ്യനും കഠിനാധ്വാനിയുമായ ഒരു മനുഷ്യൻ എന്ന ചിന്തയാണ് എഡ്മണ്ട് എന്നിൽ ഉളവാക്കിയത്. താൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു മനുഷ്യൻ. അപ്പോഴും തീക്ഷ്ണമായ കണ്ണുകളും കൂട്ടുപുരികങ്ങളും അയാളുടെ ഇടപെടലുകളുടെ സൗമ്യതയ്ക്ക് ചേരാത്ത വിധം വേറിട്ടു നിൽക്കുന്നു എന്നും എനിക്ക് തോന്നാതിരുന്നില്ല. ഹെറാഫേർഡ് ഇനത്തിൽപ്പെട്ട കൊഴുത്തുരുണ്ട ഒരു മൂരിക്കുട്ടൻ മാർത്തയെ കണ്ടതേ തല കുലുക്കി സ്നേഹം പ്രകടിപ്പിച്ച് വേലിക്കരികിലേക്കെത്തി. മാർത്ത വാത്സല്യത്തോടെ അവന്റെ നെറുകയിൽ ചൊറിയുകയും തലോടുകയും ചെയ്തു. അവന്റെ പേര് ഡെക്സ്റ്റർ എന്നായിരുന്നു. മുലകുടിക്കുന്ന പ്രായത്തിൽ കൊണ്ടുവന്നതാണെന്ന് മാർത്ത പറഞ്ഞു. നിപ്പിൾ പിടിപ്പിച്ച പാൽക്കുപ്പിയിൽ പാല് കൊടുത്താണ് അവനെ വളർത്തിയത്. മുട്ടാളനായിട്ടും അവൻ ആ ശീലം മാറ്റിയിട്ടില്ല. ഇപ്പോൾ പാലിനു പകരം വെള്ളമാണ് പാൽക്കുപ്പിയിൽ കുടിക്കുന്നത് എന്ന് മാത്രം. നുര ഉതിർത്തുകൊണ്ട് വെള്ളം വലിച്ചു കുടിക്കുന്ന കാഴ്ച എന്നിൽ ചിരിയുണർത്തി. നിലത്തേക്ക് ചാക്കിൽ നിന്നും കുടഞ്ഞിട്ടു കൊടുത്ത പാസ്റ്റർ ബൂസ്റ്റർ പെല്ലറ്റുകൾ അവൻ നക്കി നുണഞ്ഞു തിന്നുമ്പോൾ ഈർപ്പമിറ്റി നിന്ന പുൽനാമ്പുകൾ രുചിച്ചുകൊണ്ട് നടന്ന കറുത്ത ചെമ്മരിയാട് ആർത്തിയോടെ ഓടിയെടുത്ത് വീതം പറ്റുവാൻ ശ്രമിച്ചു. ആ കടന്നുകയറ്റത്തിൽ ഡെക്സ്റ്റർ അലോഹ്യം പ്രകടിപ്പിച്ചില്ല. ആട്ടുംകൊറ്റന്റെ പേര് ക്രാങ്കി എന്നാണത്രേ. കൊള്ളാം, പേരിന് ചേരുന്ന സ്വഭാവം തന്നെ. എനിക്ക് വീണ്ടും ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഡിം. വലിയൊരു ശബ്ദം തൊട്ടടുത്ത കോഴിപ്പുരയിൽ നിന്നായിരുന്നു. ഞാനൊന്നു ഞെട്ടി. കോഴിക്കൂട്ടിൽ അന്തിയുറക്കത്തിന് കുറുകെ ഇട്ടിരുന്ന ഉരുളൻ തടി ബഹളത്തിനിടയിൽ തെന്നി താഴെ വീണ ശബ്ദമാണ് കേട്ടത്. നെവർ മൈൻഡ്, അത് സാധാരണമാണ്.
മാർത്ത എന്നെ നോക്കി ചുമലു കുലുക്കി ചിരിച്ചു. ഇളം കാറ്റിൽ നെറ്റിയിലേക്ക് വീണുകിടന്ന കുറുനിരകൾ ഇളകിയാടി. അവർ ഡെക്സ്റ്ററിനെ വാത്സല്യത്തോടെ നോക്കി. എത്ര ഓമനയാണ് അവൻ, അല്ലേ? ഞാൻ തലയാട്ടി. ആ മുട്ടൻ മൂരിക്കുട്ടന്റെ ഇണക്കം എന്നിലും ഒരു വാത്സല്യഭാവം ഉണർത്തി. മാർത്തയുടെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും പേരു മാത്രമല്ല പറയാൻ കഥകളുമുണ്ടെന്ന് ക്രമേണ എനിക്ക് മനസ്സിലായി. ഡെക്സ്റ്ററിനെ വിട്ട് മാർത്ത കോഴിക്കൂട്ടിലെ മുട്ടകൾ പെറുക്കി അവയുടെ സ്വർഗീയ രുചിയെക്കുറിച്ച് പിന്നെയും വർണ്ണിക്കാൻ തുടങ്ങിയിരുന്നു. ചുറ്റിപ്പറ്റി നടന്ന വാർത്തകളുടെ ശബ്ദം പാമ്പിന്റെ ചീറ്റൽ പോലെയായിരുന്നു. ജോർജ് എന്നു പേരുള്ള വലിയ ഒരു ടർക്കി കാര്യസ്ഥഭാവത്തിൽ, സൈലൻസ് പ്ലീസ് എന്ന അധികാരഭാവത്തിൽ കൊക്കിക്കൊണ്ട് കോഴികൾക്കും വാത്തകൾക്കുമൊപ്പം മുടന്തി നടന്നു. കാട്ടുപൂച്ചയുടെ ആക്രമണത്തിൽ നിന്ന് പ്രിയതമയെ രക്ഷിക്കാനുള്ള വിഫല ശ്രമത്തിൽ പറ്റിയ അപകടമായിരുന്നു ആ മുടന്തിന് കാരണം. ഒരു കോഴിയുടെ തൂവലുകൾ അല്പം വ്യത്യസ്തമായിരുന്നു. മാർത്ത അതിൻ്റെ പിതൃത്വം ടർക്കിയുടെ മേൽ ആരോപിച്ചു. നീലമുട്ടയിടുന്ന സുന്ദരി എന്നു പേരുള്ള കോഴി മണ്ണിൽ കുഴിമാന്തി പതിഞ്ഞിരുന്ന് ത്വക്കും തൂവലും പൊടിയിൽ കുടഞ്ഞെടുത്ത് ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി. ഓർക്കാപ്പുറത്താണ് വേലിയിൽ കൂട്ടം കൂടിയിരുന്ന കാട്ടുതാറാവുകൾ പേടിച്ച പോലെ പറന്നകന്നത്. ഗീസറിൽ നിന്നെന്ന പോലെ നിരന്നു നിൽക്കുന്ന 3 നീർച്ചീറ്റലുകളിൽ നിന്ന് സീൽക്കാര ശബ്ദത്തോടെ വെള്ളം ചീറ്റിത്തെറിച്ചതായിരുന്നു കാരണം. ഭയപ്പെടുത്തുന്ന ഒന്നും ആ ശബ്ദത്തിൽ ഞാൻ കേട്ടില്ല. മാർത്തയുടെ മുഖം പക്ഷേ ആ നിമിഷം ഭയന്ന പോലെ വിളറിപ്പോയിരുന്നു. അവർ അതൃപ്തിയോടെ തല ഇരുവശങ്ങളിലേക്കും വെട്ടിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നുള്ള ആ മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തി. ഓർക്കാപ്പുറത്തായിരുന്നെങ്കിലും ഒരു ഞെട്ടലിനപ്പുറത്തേക്ക് ഭയം തോന്നിപ്പിക്കുന്ന വിധം എന്തുണ്ടായെന്ന് ഞാൻ ആലോചിച്ചു. മാർത്തയുടെ മാറ്റം ശ്രദ്ധിച്ച പോലെ ബെല്ല എന്ന പൂടിൽ അവരുടെ കാൽച്ചുവടുകളോട് പറ്റി നിന്ന് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ നെറുകയിൽ തലോടി മാർത്ത ദീർഘനിശ്വാസമുതിർത്തു. എന്തോ ഒന്ന് അലട്ടിയതുപോലെ ഒരു മാറ്റം മാർത്തയിൽ കാണപ്പെട്ടു. എന്തു പറ്റി എന്ന എൻ്റെ ചോദ്യത്തിന് ഒന്നുമില്ലെന്നവർ തല കുലുക്കി. ആ സന്ദർഭത്തിൽ കൂടുതൽ ഒന്നും ചോദിക്കാതിരിക്കുന്നതാണ് ഉചിതമെന്ന് എനിക്ക് തോന്നി. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ മാർത്ത വീണ്ടും പ്രസന്നവതയായി. അവരുടെ ചുണ്ടിൽ നിന്ന് ഒരു സ്തുതിഗീതം ഈണത്തിൽ മൂളിപ്പറന്ന് അന്തരീക്ഷത്തിൽ വിലയിക്കാൻ തുടങ്ങി. ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദ തിങ്സ് യു ഹാവ് ഡൺ. യെസ്, ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദ വിക്ടറീസ് വി ഹാവ് വൺ. അവർ വീണ്ടും ജനനം പ്രാപിച്ച ക്രിസ്ത്യാനിയാണോ എന്ന് ആദ്യ കാഴ്ചയിൽ എനിക്ക് തോന്നിയ സംശയം ചോദിക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചത് ആ പാട്ടിൻ്റെ ഇരടികളാണ്. ചില പെന്തക്കോസ്ത് ക്രിസ്ത്യാനികൾ ആയിടയ്ക്കായിരുന്നു എന്നെ പരിചയപ്പെടാൻ താൽപ്പര്യപ്പെട്ടു വന്നത്. ഒരു തുടക്കം ലഭിക്കാൻ കാത്തിരുന്നതുപോലെയാണ് മാർത്ത എൻ്റെ ചോദ്യത്തിനുമേൽ വാചാലയായത്. അതെ, ദാനമായി ലഭിച്ച ഈ പുതുജന്മത്തിൽ എനിക്ക് ദൈവത്തോട് കടപ്പാട് ഏറെയാണ്. തേച്ചുമിനുക്കിയ ഭാഷയിലായിരുന്നു ആ വിഷയത്തിൽ മാർത്ത സംസാരം തുടങ്ങിയത്. നിങ്ങൾക്ക് മുഷിയില്ലെങ്കിൽ ഞാൻ എൻ്റെ അനുഭവസാക്ഷ്യം പങ്കുവയ്ക്കാം. അവരുടെ കഥ കേൾക്കാൻ എനിക്ക് താൽപ്പര്യം തോന്നി. ഞാൻ പ്രോത്സാഹിപ്പിച്ചു. ഒരു കാര്യം ആദ്യമേ പറയട്ടെ. മാർത്തയുടെ കഥയുടെ ആദ്യ ഭാഗം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ രൂപപ്പെട്ട ഒരു പദപ്രശ്നം പൂരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഉപബോധ മനസ്സിൻ്റെ അടിത്തട്ടിൽ എപ്പോഴൊക്കെയോ അടിഞ്ഞുകൂടിയ ഭയം ചെറിയ തിരയിളക്കങ്ങളിൽ പോലും ഇളകിമറിഞ്ഞ് അവരുടെ മനസ്സിൽ കലഹങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. മാർത്തയുടെ കഥയുടെ ആദ്യ ഭാഗത്തിൻ്റെ രത്നചുരുക്കം ഇങ്ങനെയായിരുന്നു. ഇംഗ്ലണ്ടിലെ ഡെവൻഷെയറിനോട് വിട പറയുമ്പോൾ മാർത്തയ്ക്ക് 18 വയസ്സായിരുന്നു. എഡ്മണ്ടിന് 24. പള്ളിയിലെ അംഗമായിരുന്നു എഡ്മണ്ട്. മാർത്തയും 2 സഹോദരിമാരും കൊയറിൽ പാടുമായിരുന്നു. എഡ്മണ്ടുമായുള്ള പരിചയം ക്രമേണ പ്രണയമായി മാറി. ഒരു പക്ഷേ പ്രണയത്തേക്കാൾ ഒരു തണലായിരുന്നു മാർത്തയ്ക്ക് വേണ്ടിയിരുന്നത്. മുത്തശ്ശിയുടെ കീഴിലാണ് മാർത്തയും സഹോദരങ്ങളും വളർന്നത്. കഷ്ടപ്പാടും ദുരിതങ്ങളും മാത്രം നിറഞ്ഞ ഒരു ജീവിതം എന്നു പറഞ്ഞാലും തെറ്റില്ല. കൽക്കരി ഖനിയിലെ ജോലി കഴിഞ്ഞ് കരിയിൽ പൊതിഞ്ഞുവരുന്ന അപ്പൻ്റെ കറുത്ത രൂപം ഭീമാകാരനായ ഒരു കാട്ടാളൻ്റേതായിരുന്നു എന്ന് മാർത്ത പറയുമ്പോൾ അവരുടെ മുഖത്ത് മ്ലാനതയുടെ നിഴൽ പടർന്നു കയറിയിരുന്നു. കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ലഹള ഉറപ്പായിരുന്നു. വായുവിൽ വീശുന്ന ബെൽറ്റിൻ്റെ സീൽക്കാര ശബ്ദം പതുങ്ങി ഒളിക്കാൻ പ്രേരിപ്പിക്കുന്ന ഭയത്തിൻ്റെ ശബ്ദമായി മാറിയത് അങ്ങനെയാണ്. ആ ശബ്ദം ഉതിർക്കുന്ന ഭയമാണ് അമ്മയെ അവർക്ക് നഷ്ടമാക്കിയത്. അവർ എവിടേക്കോ ഓടി രക്ഷപ്പെട്ടു പോയി.
കാലങ്ങൾ കഴിഞ്ഞിട്ടും കലങ്ങിത്തെളിയാത്ത വെള്ളം പോലെ ഇപ്പോഴും ആ ഓർമ്മകൾ മാർത്തയിൽ അസ്വസ്ഥതയുളവാക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഒളിക്കുവാനുള്ള മനസ്സിന്റെ വെപ്രാളം ഇപ്പോഴും അവരെ പിടികൂടാറുണ്ടെന്ന് പറയുമ്പോഴാണ് ചില മുറിവുകളുടെ ആഴം ഉണങ്ങാൻ കഴിയാത്ത വിധം സ്ഥായിയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. മാർത്തയുടെ വല്യമ്മ പള്ളിക്കാര്യങ്ങളിൽ കർക്കശയായിരുന്നതുകൊണ്ട് തികഞ്ഞ ക്രിസ്ത്യാനികളായിട്ടാണ് മാർത്തയും സഹോദരങ്ങളും വളർന്നത്. വല്യമ്മയ്ക്ക് ചെറിയ കൃഷിയിടത്തിൽ പച്ചക്കറികളും കോഴികളും ശീമമുയലുകളും പക്ഷികളും ഉണ്ടായിരുന്നു. ശനിയാഴ്ച ചന്തകളിൽ ഉൽപ്പന്നങ്ങൾ എല്ലാവരും കൂടി വിൽപ്പനയ്ക്കെത്തിക്കും. വിധവയായിരുന്നു വല്യമ്മ. കഷ്ടപ്പാടുകൾ നിറഞ്ഞ ആ കാലത്തെക്കുറിച്ച് പറയുമ്പോൾ മാർത്തയുടെ കണ്ണുകളിൽ ഈറൻ തളം കെട്ടി വിതുമ്പാൻ വെമ്പി നിന്നിരുന്നു. 18 വയസ്സ് പൂർത്തിയായപ്പോൾ മാർത്തയും എഡ്മണ്ടും വിവാഹിതരായി. അതിനടുത്ത വർഷം ഓസ്ട്രേലിയയിലേക്ക് കപ്പൽ കയറി. കഥയുടെ ഈ അധ്യായം എഴുതപ്പെട്ടത് 43 വർഷങ്ങൾക്ക് മുൻപായിരുന്നു. പറന്നുപോയ താറാവുകൂട്ടങ്ങളിൽ ചിലത് പിന്നെയും മടങ്ങിവന്ന് വേലിയിൽ ഇരുപ്പുറപ്പിച്ചു. നീർച്ചീറ്റലുകളിൽ നിന്ന് ഓർക്കാപ്പുറത്ത് പുറപ്പെടുന്ന വെള്ളത്തിന്റെ ശബ്ദം അവയെ വീണ്ടും ഭയപ്പെടുത്തി ദൂരേക്ക് പോകാൻ പ്രേരിപ്പിക്കും. അവയ്ക്ക് ശത്രുഭയം ജന്മസിദ്ധമാണ്. പക്ഷേ മനുഷ്യരിൽ കടിക്കുന്ന ഭാഗം മരവിപ്പിച്ച് രക്തം വലിച്ചു കുടിക്കുന്ന കുളയട്ടയെപ്പോലെ ഭയം വിട്ടകന്നു പോകാതെ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന പരാതജീവിയാണ്. 10 വർഷങ്ങൾക്കു മുൻപ് സിഡ്നിയിൽ നിന്ന് ഇവിടെ എത്തിയതും ഇംഗ്ലണ്ടിൽ ബിൽഡറായി ജോലി ചെയ്ത പരിചയത്തിൽ എഡ്മണ്ട് തന്നെ ഈ വീട് കെട്ടിപ്പൊക്കിയതും വീടിന്റെ ഒരു ഭാഗം ഹോം സ്റ്റേ ആയി അതിഥികൾക്കായി മാറ്റിവെച്ചതുമായ കാര്യങ്ങൾ കൂടി മാർത്ത പറഞ്ഞു. എപ്പോഴോ വലിയൊരു ദീർഘനിശ്വാസം അവരിൽ നിന്നുതിർന്നു വീണു. മൂടിപ്പുതച്ചു കിടന്ന ഗതകാല സ്മരണകളെ ഒരിക്കൽ കൂടി തട്ടിയുണർത്തിയ മനസ്സിന്റെ തുലന നിയന്ത്രണത്തിന് ആ വായുർഗമനം ആവശ്യമായിരുന്നിരിക്കണം. കോച്ചിനരികിൽ എഡ്മണ്ട് പണി തുടരുന്നത് എനിക്ക് കാണാമായിരുന്നു. ഞാൻ അയാളെ മതിപ്പോടെയും ആദരവോടെയും നോക്കി. ഡെക്കിൽ പ്രത്യക്ഷപ്പെട്ട ഒരു യുവതി മാർത്തയെ കൈകൊട്ടി വിളിച്ചു. "ദാ വരുന്നു" എന്ന് മാർത്ത തിരിച്ചു വിളിച്ചു പറഞ്ഞു. "മകളാണ്." മാർത്ത എന്നെ നോക്കി പറഞ്ഞു. "ചർച്ചിൽ യൂത്തിന്റെ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നത് ഞാനാണ്. ചില കാര്യങ്ങൾ ഇന്ന് രാവിലെ ചെയ്തു തീർക്കേണ്ടതുണ്ട്." മകൾ വിളിച്ചത് അത് ഓർമ്മിപ്പിക്കാനാണ്. കമ്പ്യൂട്ടറിൽ എൻ്റെ സഹായി അവളാണ്. വെയിൽ നന്നായി തെളിഞ്ഞു തുടങ്ങിയിരുന്നു. നെറ്റിയിൽ വിയർപ്പുതുള്ളികൾ വിരൽ കൊണ്ട് വടിച്ചെറിഞ്ഞ് മാർത്ത പറഞ്ഞു. "നിങ്ങൾ കുറച്ചു മാത്രമേ ഇതുവരെ കേട്ടുള്ളൂ." അവർ ആത്മവിശ്വാസത്തോടെ മനോഹരമായി ചിരിച്ചു. "ബാക്കി കേൾക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും വൈകുന്നേരം ഇവറ്റകൾക്ക് തീറ്റ കൊടുക്കുന്ന സമയത്ത് ഇവിടെ വന്നാൽ മതി." എനിക്കും പോകേണ്ടിയിരുന്നു. മാർത്തയോട് വൈകുന്നേരം കാണാമെന്ന് സമ്മതം പറഞ്ഞ് ഞാനും യൂണിറ്റിലേക്ക് മടങ്ങി. അന്ന് പകൽ 3 മണിവരെ ഞങ്ങളുടെ യാത്രകൾ അടുത്ത പ്രദേശങ്ങളിലായിരുന്നു. ഓസ്ട്രേലിയൻ സൂ സന്ദർശനമായിരുന്നു ആദ്യ പരിപാടി. സ്റ്റീവ് ഇർവിങ്ങിന്റെ പേരിലുള്ള കാഴ്ച ബംഗ്ലാവിൽ ക്രോക്കഡൈൽ ഷോ നടക്കുന്ന ദിവസമായിരുന്നു അന്ന്. സ്റ്റീവിന്റെ ഭാര്യയും മകനും ഷോയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. വലിയ ഇറച്ചി കഷണങ്ങൾ കാണിച്ച് പ്രലോഭിപ്പിച്ച് ഭീമാകാരന്മാരായ മുതലകൾ ഇരയെ പിടിക്കുന്ന കാഴ്ച പുനരാവിഷ്കരിക്കുന്ന ഷോ സ്റ്റീവിന്റെ മകനും ഭാര്യയും ഉൾപ്പെടെയുള്ളവർ അവതരിപ്പിച്ചപ്പോൾ നെഞ്ചിടിപ്പോടെയാണ് നോക്കിക്കണ്ടത്. ജലത്തിനടിയിലൂടെ പതുങ്ങി വരുന്ന മുതലകൾ ആക്രമിക്കുന്നത് മിന്നൽ വേഗത്തിലാണ്. ഏത് നിമിഷവും ആക്രമിക്കാൻ തയ്യാറായി ജലവിധാനത്തിനുള്ളിൽ പതുങ്ങി നിൽക്കുന്ന കറുത്ത നിഴൽ പോലെ അവ അവസരം കാത്തു നിൽക്കുന്ന കാഴ്ച ഭീതിയുണർത്തുന്നതായിരുന്നു. ജലവും മുതലയും പ്രതീകങ്ങളായി വരുന്ന ഒരു ചിത്രം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കടന്നുവന്നു. പിന്നീട് കുന്നിൻ മുകളിലെ കഫേയുടെ മുൻപിലുള്ള റോഡിൽ നിന്ന് നോക്കുമ്പോൾ ദൂരെ ചിരകാലങ്ങളായി ധ്യാനനിമഗ്നരായി നിൽക്കുന്ന ഭീമാകാരന്മാരായ ഗ്ലാസ് ഹൗസ് മലമുടികൾ എൻ്റെ മനസ്സിൽ ഭയം ജനിപ്പിക്കുന്ന ഗൂഢപ്രതീകങ്ങൾ പോലെ ചുറ്റുപാടിൽ നിന്നും തല ഉയർത്തി നിന്നു. സന്ദർശനങ്ങൾ വിചാരിച്ചതിലും വൈകിയതിനാൽ മൂലാല നദി കാണുവാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും അത് മറ്റൊരു സന്ദർഭത്തിലേക്ക് മാറ്റിവെക്കേണ്ടി വന്നു. അന്ന് വൈകുന്നേരം മാർത്ത ഫാമിലേക്ക് പോകുന്ന സമയത്ത് ഡോളിയും കുട്ടികളും കൂടെ കൂടി. അല്പസമയം ഫാമിൽ ചെലവഴിച്ച ശേഷം ഡോളി കുട്ടികളെയും കൊണ്ട് തിരിച്ച് യൂണിറ്റിലേക്ക് പോയി. മാർത്തയുടെ കഥയുടെ ബാക്കി കേൾക്കുവാനായി ഞാൻ മാർത്തയോടൊപ്പം തങ്ങി. ഡോളിക്ക് ഞാൻ ചില സൂചനകൾ കൊടുത്തിരുന്നു. പ്രസവിച്ചു കിടക്കുന്ന ഗിനിപ്പന്നിയുടെ തൊലിപ്പുറത്തെ അസുഖത്തിന് ആന്റിബാക്ടീരിയൽ സ്പ്രേ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാർത്ത വീണ്ടും കഥ പറഞ്ഞു തുടങ്ങി. അത് മാർത്തയുടെ വാക്കുകളിൽ തന്നെയാണ് നിങ്ങൾ കേൾക്കേണ്ടത് എന്നെനിക്ക് തോന്നുന്നു.
സിഡ്നിയിൽ വന്ന് കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എഡ്മണ്ട് മദ്യപാനം തുടങ്ങി. അതുവരെ ഞാൻ കാണാത്ത എഡ്മണ്ടിനെയാണ് പിന്നീട് കണ്ടത്. മദ്യപിക്കുന്ന എഡ്മണ്ട് എൻ്റെ പിതാവിൻ്റെ തനി പകർപ്പായിരുന്നു. ഒരു പളുങ്കുപാത്രം പോലെ ഞാൻ ഉടഞ്ഞുപോയി. അപ്പോഴേക്കും മക്കൾ 3 പേരും ജനിച്ചു കഴിഞ്ഞിരുന്നു. പ്രതികരിക്കാനോ ഉപേക്ഷിക്കാനോ ത്രാണിയില്ലാത്ത വിധം ഞാൻ തകർന്നുപോയി. നീല നിറമായിരുന്ന ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആകാശത്ത് കരിമേഘങ്ങൾ ആർത്തിയോടെ പ്രത്യക്ഷപ്പെട്ടു. ആ മേഘങ്ങളുടെ കറുപ്പ് എന്നെ ഭയപ്പെടുത്തി. അതിൻ്റെ നിഴലിൽ നിന്ന് ഓടിയൊളിക്കാൻ ഞാൻ ഒരിടവും കണ്ടില്ല. ഞാൻ എത്ര ദുർബലയാണെന്ന് അന്നാളിലാണ് ആദ്യമായി തിരിച്ചറിഞ്ഞത്. ജീവൻ ഒടുക്കണമെന്നുള്ള ചിന്ത എൻ്റെ ഉള്ളിൽ ക്രമേണ ഉടലെടുത്തു. വിഷാദത്തിൻ്റെ തേനീച്ചകൾ എൻ്റെ സന്തോഷത്തിൻ്റെ മലരുകളിൽ നിന്ന് തേൻ മോഷ്ടിച്ചു കഴിഞ്ഞിരുന്നു. ചീർത്തു വീർത്ത ഭയത്തിൻ്റെ കുളയട്ടകൾ എൻ്റെ മനസ്സിൽ പിടിവിടാതെ പിന്നെയും കടിച്ചു തൂങ്ങിക്കിടന്നു. രാത്രികാലങ്ങളിൽ കണ്ണീരിൽ ഞാൻ എൻ്റെ മുഖം കഴുകി തുടച്ചു. മനുഷ്യജീവിതത്തിൻ്റെ അർത്ഥമില്ലായ്മ എന്ന ബോധം എന്നെ മരണത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും കെടാനാളം പോലെ ദൈവമെന്ന ചിന്ത എൻ്റെ ജീവിതത്തിൻ്റെ ഇരുട്ടിൽ ഇടയ്ക്കിടെ വെളിച്ചം വീശിക്കൊണ്ടിരുന്നു. ഒരിക്കൽ മദ്യപിച്ചു ലക്കുകെട്ട എഡ്മണ്ടിൻ്റെ അപ്രതീക്ഷിതമായ അടിയിൽ ബോധം മറഞ്ഞു പോയ ശേഷം പിന്നെ എപ്പോഴോ ഉണർന്നപ്പോൾ ആ നാളത്തിൻ്റെ പ്രകാശവും മിഥ്യയാണെന്ന് എനിക്ക് തോന്നി. ഞാൻ മരിക്കാൻ ഉറപ്പിച്ചു. ഓർമ്മകളുടെ തിരതല്ലലിൽ മാർത്ത കിതച്ചുകൊണ്ടിരുന്നു. നിങ്ങൾക്കറിയുമോ ഒരു മനുഷ്യൻ എപ്പോഴാണ് ജീവിതം ഒടുക്കുന്നതെന്ന്? ഒന്നും പറയാതെ ഞാൻ അവരെ സാഗോദം നോക്കി. പ്രതീക്ഷകൾ അറ്റുപോകുമ്പോഴല്ല, മറിച്ച് ജീവിതത്തിൽ പ്രതിസന്ധിയെ മറികടക്കാൻ ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന നിസ്സഹായാവസ്ഥയുടെ ബോധ്യപ്പെടലിലാണ് അത് സംഭവിക്കുന്നത്. പ്രതീക്ഷകൾക്ക് അസ്തമിക്കാനാവില്ല. അന്ന് രാത്രി ക്രിസ്തുവിൻ്റെ രൂപത്തിനു മുൻപിൽ ഞാൻ മുട്ടുകുത്തി മാപ്പിരുന്നു. എൻ്റെ മുൻപിലെ വഴികളെല്ലാം അടയപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഇരുട്ടിനെ മറികടക്കാനുള്ള ഒരു വെളിച്ചവും എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടില്ല. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും തളർച്ചയിൽ എനിക്ക് തലകറക്കമുണ്ടായി. ഞാൻ ഒരു മയക്കത്തിലേക്ക് വഴുതി വീണു. അബോധാവസ്ഥയിൽ സ്വപ്നം പോലെ എന്തോ ഒന്ന് ഞാൻ കണ്ടു. ആരോ മൃദുവായി എന്നോട് സംസാരിച്ചു. ദൈവം കൽപ്പിച്ചുളവാക്കിയതിനെ ഇല്ലാതാക്കുവാൻ നിനക്കധികാരമുണ്ടോ? അത്രയും മാർദ്ദവമുള്ള ഒരു സ്വരം അതിനു മുൻപ് ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് മയക്കത്തിൽ നിന്നുണർന്ന ഞാൻ വേവലാതിയോടെ ചുറ്റും നോക്കി. ആരും അടുത്തെങ്ങുമുണ്ടായിരുന്നില്ല. അതൊരു സ്വപ്നമായിട്ടല്ല എനിക്ക് തോന്നിയത്. ആരോ മുൻപിൽ നിന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അപ്രത്യക്ഷമായതുപോലെയുള്ള അനുഭവമായിരുന്നു അത്. കണ്ണു തുറന്നപ്പോൾ തീർച്ചയ്ക്കു വേണ്ടി ഞാൻ മുറി മുഴുവൻ നോക്കി. മനസ്സ് സ്ഥൈര്യപ്പെട്ടപ്പോൾ ഞാൻ തന്നെ ആ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു. വളരെ പരിചിതമായ ബൈബിൾ സന്ദർഭങ്ങളുടെ ആവർത്തനം പോലെയായിരുന്നു ആ സ്വപ്നം. ദുർബലമായ മനസ്സിൻ്റെ ചിന്തകളുടെയും ഇച്ഛകളുടെയും സ്വപ്നാടന കോലാഹലങ്ങൾ. അങ്ങനെയാവാനേ തരമുള്ളൂ എന്ന് വാദിച്ചെങ്കിലും നിർബന്ധം ചെലുത്തുന്ന മനസ്സിൻ്റെ തോന്നലിൽ ബൈബിൾ തുറന്ന് ആദ്യം കണ്ട വാചകം ഞാൻ വായിച്ചു. നീ നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. അദൃശ്യമായി ആരോ ഇടപെടുന്നു എന്നെനിക്ക് അപ്പോൾ തോന്നി. ദുഃഖഭാരം കൊണ്ട് എൻ്റെ കണ്ണുകൾ കവിഞ്ഞൊഴുകി. എത്ര നേരമെന്നറിയില്ല ഞാൻ കരഞ്ഞത്. എപ്പോഴോ പിന്നെയും മയങ്ങിപ്പോയിരുന്നു. വീണ്ടും ഉണർന്നപ്പോൾ മരണചിന്തകൾ എന്നിൽ നിന്ന് പോയിരുന്നു. പുതിയ പ്രതീക്ഷകളുടെ ഒരു പുലരി വെളിച്ചം ഞാൻ മുൻപിൽ കണ്ടു. ജീവിതത്തോട് ഇഷ്ടം തോന്നിപ്പിക്കുന്ന ഉന്മേഷം എന്നിൽ വന്നു നിറഞ്ഞു. എൻ്റെ അവിവേക ചിന്തകൾക്ക് ഞാൻ കർത്താവിനോട് മാപ്പിരുന്നു. അന്നാണ് ഞാൻ വീണ്ടും ജനിച്ചത്. ഒരു പുതിയ സൃഷ്ടിയായി രൂപാന്തരം പ്രാപിച്ചത്. എൻ്റെ സങ്കടങ്ങൾക്കും യാതനകൾക്കും അറുതിയുണ്ടാകാൻ പോകുന്നു എന്നെനിക്ക് തോന്നി. എഡ്മണ്ടിൻ്റെ മദ്യപാനം ഒഴിവായി ഞങ്ങളുടെ ആകാശം വീണ്ടും നീലനിറത്തിൽ ചിരിതൂകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അടുത്ത ദിവസം എഡ്മണ്ടിൽ നിന്ന് കടുത്ത ശാരീരിക പീഡനം വീണ്ടും ഉണ്ടായി. ഞാൻ തളർന്നില്ല. നിയമത്തിൻ്റെ വഴികൾ മുമ്പിലുണ്ടെങ്കിലും അതെൻ്റെ വിശ്വാസ പ്രമാണങ്ങൾക്ക് നിരക്കുന്നതായിരുന്നില്ല. തലേ ദിവസത്തെ സ്വപ്നാനുഭവത്തെക്കുറിച്ച് ഞാൻ ഓർത്തു. അത് വെറുമൊരു കിനാവായിരുന്നു എന്നു തന്നെ ഞാൻ ഉറപ്പിച്ചു. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന വചനം ഓർമ്മയിൽ തികട്ടിയപ്പോൾ ജീവിതത്തിൽ ആദ്യമായി ദൈവവചനത്തെ വെല്ലുവിളിക്കണമെന്ന് എനിക്ക് തോന്നി.
ഞാൻ അങ്ങനെ കർത്താവിനെ പരീക്ഷിച്ചു. പതിവ് പോലെ പബ്ബിൽ നിന്ന് മൂക്കുമുട്ടെ കുടിച്ചിട്ടാണ് എഡ്മണ്ട് അന്നും വീട്ടിൽ കയറി വന്നത്. വേനൽക്കാലമായിരുന്നു. എന്നിട്ടും അന്ന് വൈകുന്നേരം വലിയ ഇടിമിന്നലോടുകൂടിയ കാറ്റും മഴയുമുണ്ടായി. ഉന്മത്തനായി ഗാർഡനിൽ നിന്നിരുന്ന എഡ്മണ്ട് ഒരു ഇടിമിന്നലിനൊപ്പം അലർച്ചയോടെ നിലത്തേക്കു വീണു. ആ വീഴ്ചയിൽ എഡ്മണ്ടിന്റെ ഇടതുകരമൊടിഞ്ഞു. കാൽമുട്ടിന് പൊട്ടലുണ്ടായി. തലച്ചോറിന് ക്ഷതമേറ്റു. പുറത്ത് ഇടിമിന്നലിന്റെ ചെറിയ കരുവാളിപ്പ് നെടുനീളത്തിൽ ഓർമ്മപ്പെടുത്തൽ പോലെ മരവിച്ചു കിടന്നു. ഈ അനുഭവത്തിനു ശേഷം മനുഷ്യജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവികമായ തീരുമാനങ്ങൾ കൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. മരണം മുന്നിൽ കണ്ട നിമിഷം എഡ്മണ്ടിൽ മാറ്റങ്ങളുണ്ടാക്കി. മദ്യപാനവും അകാരണമായി എന്നെ ഉപദ്രവിക്കുന്ന സ്വഭാവവും എഡ്മണ്ടിൽ നിന്ന് ക്രമേണ അപ്രത്യക്ഷമായി. എനിക്കെൻ്റെ പഴയ എഡ്മണ്ടിനെ തിരിച്ചു കിട്ടി. കോച്ചിനരികെ അവസാന മിനുക്കുപണികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എഡ്മണ്ടിനെ മാർത്ത അരുമയോടെ നോക്കി. അവർ എത്രമാത്രം അയാളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആ നോട്ടം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമോ, എല്ലാ സൃഷ്ടികളും ദൈവത്തിൻ്റെ കരവിരുതാണ്. അതിലേറ്റവും ശ്രേഷ്ഠമായതാണ് മനുഷ്യ സൃഷ്ടി. ദൈവം തൻ്റെ സ്വന്തം പ്രതിരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. മറ്റെല്ലാ സൃഷ്ടികളെയും അവന് കീഴിലാക്കി. ഡെക്സ്റ്ററിന്റെ നെറുകയിൽ ചൊറിഞ്ഞുകൊണ്ട് മാർത്ത പറഞ്ഞു. ഞാൻ ചിരിച്ചതല്ലാതെ മറുപടി പറഞ്ഞില്ല. ചില പിടിവള്ളികൾക്ക് ഉറപ്പ് കൂടുതലുണ്ടാകും എന്ന് മാത്രം ചിന്തിച്ചു. യൂണിറ്റിലേക്ക് മടങ്ങുന്നതിനു മുൻപ് ഡെക്സ്റ്റർ ഒരു മൂരിക്കുട്ടനായതുകൊണ്ട് വലുതാകുമ്പോൾ അവനെ വിൽക്കുമോ എന്ന് ഞാൻ വെറുതെ ചോദിച്ചു. അതിന് മറുപടിയായി മാർത്ത ഉറക്കെ ചിരിച്ചു. ഞാൻ അമ്പരന്നു. ഇല്ല, വിൽക്കില്ല, അവൾ ചിരിയോടുകൂടി പറഞ്ഞു. ആ ചിരിയുടെ പൊരുൾ എനിക്ക് മനസ്സിലായില്ല. എന്തൊക്കെയോ വിചിത്ര വിചാരങ്ങൾ ആ സ്ത്രീയുടെ ഉള്ളിൽ തിരകൾ തീർക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ശാന്തമായ സമുദ്രത്തിന്റെ അടിത്തട്ടിലെ നിഗൂഢമായ കാണാക്കാഴ്ചകൾ പോലെ അവ അവരുടെ ഉള്ളിൽ ആരും കാണാതെ മറഞ്ഞു തന്നെ കിടന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും മാർത്തയുടെ ഹോം സ്റ്റേയിൽ ഞങ്ങൾ അതിഥികളായി എത്തി. ഫാം സന്ദർശനത്തിൽ ഡെക്സ്റ്റർ എന്ന മൂരിക്കുട്ടനെ ഞാൻ എങ്ങും കണ്ടില്ല. ക്രാങ്കി എന്നു പേരുള്ള കറുത്ത ചെമ്മരയാടും അപ്രത്യക്ഷമായിരുന്നു. മാർത്ത അവയെ മറ്റാർക്കെങ്കിലും വിറ്റോ? ചോദിക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. മാർത്ത, ഡെക്സ്റ്ററിനെയും ക്രാങ്കിയെയും കാണുന്നില്ലല്ലോ. അസാധാരണമായ അവരുടെ ചിരി ഞാൻ ഒരിക്കൽ കൂടി കേട്ടു. അവരെ കാണണമെങ്കിൽ നീ എൻ്റെ വലിയ ഫ്രീസർ തുറന്നു നോക്കണം. നിർത്താതെയുള്ള പൊട്ടിച്ചിരിയുടെ അലകൾ എന്നെ അലോസരപ്പെടുത്തി. ഡെക്സ്റ്ററിന്റെ മാംസത്തിന് സ്വർഗീയ രുചിയാണെന്നവർ പറഞ്ഞപ്പോൾ ഞാൻ ദൃഷ്ടി അവരുടെ മുഖത്തുനിന്ന് മൂലാല നദിയുടെ ദിശയിലേക്ക് തിരിച്ചു. പാഡക്കുകളുടെ നടുവിൽ ഒറ്റപ്പെട്ട തകര ഷെഡ് ഇപ്പോഴും മാറ്റങ്ങൾക്ക് പിടികൊടുക്കാതെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിനു കാവലിനെന്ന വണ്ണം ഏകാഗിയായ മരവും അങ്ങനെ തന്നെ. ആദ്യ സന്ദർശനത്തിൽ കണ്ടതിൽ നിന്നും കാര്യമായ വ്യത്യാസം എങ്ങും തന്നെയില്ല. പേടക്കുകളെ തിരിക്കുന്ന അതിർത്തി വേലികളിൽ കാട്ടുതാറാവുകൾ പതിവ് പോലെ കുന്തിച്ചിരുന്നു വിശ്രമിക്കുന്നുണ്ട്. ഞങ്ങളുടെ പിന്നിൽ പണിതീർത്ത റെയിൽവേ കോച്ച് അതിഥികളെ സ്വീകരിച്ചു തുടങ്ങി എന്ന് മാർത്ത പറഞ്ഞു. ചുവന്ന പെയിന്റടിച്ച കോച്ച് മനോഹരമായി കാണപ്പെട്ടു. എഡ്മണ്ടിനെ കുറിച്ച് ഞാൻ മാർത്തയോട് ചോദിച്ചു. എഡ്മണ്ട് ഇപ്പോഴും മൈനിൽ ജോലിക്ക് പോകുന്നുണ്ടോ? ഒരു ഗൂഢസ്മിതം മാർത്തയുടെ മുഖത്ത് മിന്നിമറഞ്ഞത് ഞാൻ കണ്ടു. ഇല്ല, വീണ്ടും കുടി തുടങ്ങിയിരുന്നു. പഴയ പോലെ ദേഹോപദ്രവവും. അന്ന് എന്തോ പറയാൻ തുടങ്ങിയ മാർത്ത അർദ്ധോക്തിയിൽ നിർത്തി. പിന്നെ ദൈവത്തെ സ്തുതിച്ചു. താങ്ക് യു ലോർഡ്, നീ എത്ര വലിയവനാണ്. അപ്പോൾ മഴക്കാലമായിരുന്നു. നദി കരകവിഞ്ഞ് പാഡക്കുകൾ മുങ്ങാൻ തുടങ്ങിയിരുന്നു. ഞാൻ മുട്ടിൽ നിന്ന് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അന്ന് രാത്രിയിൽ ഇടിവെട്ടി മഴ തകർത്തു പെയ്തു. എഡ്മണ്ട് അന്ന് വീട്ടിൽ വന്നില്ല. അതിൽ അസാധാരണത്വം തോന്നിയില്ല. പതിവുകളൊക്കെ തെറ്റിക്കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ വ്യാകുലപ്പെട്ടില്ല. രാവിലെ മഴ തീർത്തും തോർന്നിരുന്നു. പുറത്ത് തെളിഞ്ഞ ആകാശത്തിനു കീഴെ പേടക്കുകൾക്ക് മുകളിൽ വലിയൊരു മഴവില്ല് ചിരിതൂകി നിന്നു. രാവിലെ ഇവറ്റകൾക്ക് തീറ്റ കൊടുക്കാൻ ഞാൻ ഇവിടേക്കെത്തിയപ്പോൾ ഗേറ്റ് തുറന്നു കിടന്നിരുന്നു. വേലിക്കരികിൽ കെട്ടിക്കിടന്ന മഴവെള്ളത്തിൽ കമിഴ്ന്നു മരവിച്ച് അപ്രതീക്ഷിതമായി നീർചീറ്റലുകളിൽ നിന്നു തെറിച്ച വെള്ളം കാട്ടുതാറാവുകളെ കൂട്ടത്തോടെ പറത്തി അകറ്റിയപ്പോൾ
വിയർപ്പു കണങ്ങൾ എൻ്റെ മുഖത്ത് ഭയത്തിൻ്റെ വസൂരിക്കുമിളകളെ കുരുപ്പിച്ചു. പതിവില്ലാതെ കോഴികളും പക്ഷികളും വെപ്രാളത്തോടെ കൂട്ടിനുള്ളിലും ചുറ്റുമായി ചിറകിട്ടടിച്ചു പറന്നും ഒച്ചവെച്ചു. ഈർച്ചവാളിൻ്റെ മൂർച്ചയുള്ള ഒരു ശബ്ദം ഞാൻ അപ്പോൾ കേട്ടു. സൈലൻസ് പ്ലീസ്. അത് ടർക്കിയുടേതോ മാർത്തയുടേതോ? ഞാൻ സൂക്ഷിച്ചു നോക്കി. മാർത്തയുടെ മുഖം ശാന്തമായിരുന്നു. പെട്ടെന്ന് ചീറ്റിത്തെറിച്ച ജലത്തിൻ്റെ സീൽക്കാര ശബ്ദം അവരെ ഭയപ്പെടുത്തിയതായി തോന്നിയില്ല. ഗിനിപ്പന്നികൾക്കുള്ള ധാന്യം പ്ലാസ്റ്റിക് ബാഗിൽ നിന്നും തീറ്റപാത്രത്തിലേക്ക് പകർത്തുന്ന തിരക്കിലായിരുന്നു മാർത്ത. ചുണ്ടിൽ പഴയ സ്തുതിഗീതം തത്തിക്കളിക്കുന്നുണ്ട്. ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദ തിങ്സ് യു ഹാവ് ഡൺ. യെസ്, ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദ തിങ്സ് യു ഹാവ് ഡൺ. യെസ്, ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദ വിക്ടറീസ് വി ഹാവ് വൺ. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. പ്രതീക്ഷയോടെ. നന്ദി.